അസ്സലാമലൈക്കും, നമസ്കാരം. എന്തിന്റെ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പൊ ഞങ്ങള് മാനന്തവാടി, വയനാട് മാനന്തവാടി പനമരം അല്ലെ, പനമരത്തുണ്ട്. നമ്മളിപ്പോ പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പദ്ധതി എല്ലാവർക്കും അറിയാം. നെറുക്കെടുപ്പിൽ കൂടി എൻ്റെ വീട്, പിന്നെ വണ്ടി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങളെല്ലാം ഹെൽപ്പ് കൊണ്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്ത്. ഇനി അടുത്ത പദ്ധതി എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ അതുപോലെയല്ല, ചെറിയൊരു മാറ്റമുണ്ട്. നമ്മളൊരു കോഫി പൗഡറിന്റെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കുടകിലത്തെ കോഫി, അത് പിന്നെ കേരളത്തിൽ അധികവും കുടകിന്റെ തന്നെ കോഫി സ്പെഷ്യലായിട്ടൊന്നും ഒരു സപ്ലൈ ചെയ്തതായിട്ട് എനിക്കറിയില്ല, ഉണ്ടാവുന്നറിയില്ല. അപ്പൊ നമ്മൾ എന്താക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ബ്രാൻഡ് KK കോഫി എന്നിട്ട് ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പിന്നെ പ്രൊമോഷനായിട്ട് സമ്മാന കൂപ്പണാണ് അടുത്തത്. അല്ലാതെ നിങ്ങൾ ടിക്കറ്റ് 1000 രൂപ 2000 രൂപ അങ്ങനെ ഇല്ല. നമ്മളൊരു സമ്മാന കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു പൊതി, ഒരു കിറ്റില് ഒരു 3 പിന്നെ കൂപ്പൺ വെച്ചിട്ട് കൊടുക്കാനാണ് ഞങ്ങളെ തീരുമാനം. അതിൽ ഫസ്റ്റ് പ്രൈസ് ഈ വീട്, സെക്കൻഡ് താർ റോക്സ്, തേർഡ് പ്രൈസ് ജിംനി, ഫോർത്ത് പ്രൈസ് ബുള്ളറ്റ്, പിന്നെ ഒരു സ്കൂട്ടി, പിന്നെ ഒരു 20 മോതിരം കാപ്പവന്റെ. ഇങ്ങനെയെല്ലാം ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്, പിന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 1-ാം തീയതി മുതൽ, ജനുവരി 1-ാം തീയതി മുതൽ അന്വേഷിച്ചാൽ മതി. അതുവരെ ആരും ഫോൺ ചെയ്തിട്ട് ടിക്കറ്റ് വേണമെന്ന് പറയണ്ട. പിന്നെ കുറച്ച് പേപ്പറിന്റെ വർക്കെല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ പിന്നെ എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം ചെയ്ത്, ഇതാണ് എഗ്രിമെന്റ്, നമ്മളെ വീടിന്റെ എഗ്രിമെന്റ്. മൂപ്പര്, നിങ്ങളെ പേര് സുലൈമാൻ ഈ വീടിന്റെ ഓണറാണ്. അപ്പൊ ഞങ്ങള് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം ആക്കി, ഇപ്പൊ എന്റെ പേരിൽ എഗ്രിമെന്റ് ആക്കി തന്നതിന്. നെക്സ്റ്റ് ആരുടെ പേരിലാണോ ഈ നെറുക്കിൽ ഇത് ഒരു നെറുക്കെടുപ്പായിരിക്കും. പിന്നെ കൂപ്പണ് നെറുക്കെടുക്കുമല്ലോ, ഏതൊരു പദ്ധതി ആയാലും നെറുക്കെടുപ്പാണ്. ഈ കൂപ്പൺ എല്ലാം വെച്ചിട്ട് അതിന്റെ വേറൊരു ഭാഗം ഉണ്ടാവും. നെറുക്കെടുപ്പിൽ കൂടി ആർക്കാണോ കിട്ടുന്നത്, ഏത് നാട്ടുകാരനായാലും അയാളെ കൂട്ടിയിട്ട് വരും ഞാൻ, നിങ്ങൾ അയാളെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എഗ്രിമെന്റിൽ. അപ്പൊ അതിനുള്ള ഫീസും കാര്യങ്ങളെല്ലാം ആർക്കാണോ സമ്മാനം കിട്ടുന്നത് അയാളടക്കും. അപ്പൊ മുമ്പ് ഞാൻ ചെയ്തതും അങ്ങനെ തന്നെ. ഇപ്പൊ സമ്മാനം കിട്ടുന്നവര് അതിന്റെ ഫീസ്, ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ഇവിടുത്തെ റൂൾസ് എന്താണ്, ആ റൂൾസ് പ്രകാരം അതിന്റെ ടാക്സോ കാര്യങ്ങളോ എന്തുണ്ട് ആ മൂപ്പരടക്കും. അത് ഒരു സ്വത്ത്, ഇപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഒരാളെ പേരിലാക്കി കൊടുക്കുമെന്ന് രജിസ്റ്റർ ഓഫീസിൽ ഇതിന്റെ വാല്യൂ കെട്ടണ്ടേ അല്ലെ, ആ ഒരു തുക അത് അവർക്ക് അടക്കാം. ആർക്കാണോ സമ്മാനം കിട്ടുന്നത് അവരടക്കാം. അതിനുള്ള ബാക്കിയുള്ള എല്ലാ പിന്നെ ഹെൽപ്പും മൂപ്പര് ചെയ്തു തരും. പിന്നെ വേറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ അത് ഇതൊന്നും ഇല്ലല്ലോ, ഹാപ്പി അല്ലേ? ഫാമിലി എല്ലാവരും കുടുംബസമ്മതത്തോടു കൂടി ചെയ്യുന്നല്ലോ. ഇതാരും ഫോഴ്സിലോ അല്ല ഞമ്മ വന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വീട് തരണോട്ടോ നിർബന്ധ പ്രകാരം ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ ഞങ്ങളെ വിളിച്ച് ആവശ്യപ്പെട്ട് വന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നു, ഞങ്ങൾ ഈ എഗ്രിമെന്റ് ആക്കി ഇതൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, മുമ്പ് ചെയ്തതിനേക്കാളും. കാരണം ഇത് കുറച്ച് വലിയ പദ്ധതിയാണ്. മുമ്പ് നമ്മളത് ഒരു 1.5 കോടി ഉറുപ്പിന്റെ വീടാണ്. അതല്ല, 2 കോടി ഉറുപ്പിന്റെ മുകളിൽ വരും. കാരണം ടൗൺ ഏരിയ ആണ്. സെന്റിന് 4 ലക്ഷത്തിന്റെ മുകളിൽ വില നിൽക്കുന്നുണ്ട് ഇവിടെ. 4-5 ലക്ഷം ഉറുപ്പിന്റെ സെന്റിന് നിൽക്കുന്നുണ്ട്. 20 സെന്റിന്റെ സ്ഥലത്തിന് തന്നെ ഒരുപാട് ക്യാഷായി. പിന്നെ വീടും ഫർണിച്ചറും ഉണ്ട്. ടോട്ടലി ഒരു 2 കോടി ഉറുപ്പിന്റെ മുകളിൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വില നിൽക്കും. പിന്നെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒരു നല്ലൊരു വലിയൊരു പദ്ധതിയാണ്, ചെറിയതൊന്നല്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. ദയവേദിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ മൂപ്പരെയും എന്നെയും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ഞങ്ങളെ ടീം മെമ്പേഴ്സിനെ. ഓക്കെ.